എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചവനോട് പറമോളെ, നിന്റെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളില്ലേ, ഒരുപാട് പ്രയാസങ്ങളില്ലേ, ആരോടും പറയാതെ ഹൃദയത്തിന്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളില്ലേ, ഇതൊക്കെ ആഗ്രഹങ്ങൾ നടക്കണ്ട്, നിന്റെ പ്രയാസങ്ങൾ മാറണ്ട്, നിനക്കും സമാധാനമുള്ള ഒരു ജീവിതം വേണ്ട, നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നീറുകയല്ലേ, ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ. നിസ്കാരപ്പായിലിരുന്നിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് പറവുമ്മാ, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലീ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, കണ്ണിന്റെ ഞരമ്പ് നിന്നോടടുത്ത് കിടക്കുന്നത് പോലെ അല്ല നിന്റെ കൂടെ നടക്കുകയാണ്. നീ ചോദിക്കുന്നത് തരാൻ, നീ ദുആ ചെയ്യുന്നത് തരാൻ, നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ അല്ലാഹു നിന്റെ കൂടെയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പള്ളിയെ സ്നേഹിക്കൂ, നിങ്ങൾ പള്ളിയെ സ്നേഹിക്കൂ, നിങ്ങൾ നിങ്ങളുടെ നിസ്കാര റൂമിനെ സ്നേഹിക്കൂ. വല്ലാത്ത പ്രതിഫലമാണല്ലോ, വല്ലാത്ത ശ്രേഷ്ഠതയാണല്ലോ. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പടച്ചവനെ ഒരു പ്രായം ചെന്ന പെണ്ണ് വരുമായിരുന്നു. ഒരു പ്രായം ചെന്ന ഉമ്മ വന്നിട്ട് റബ്ബേ അല്ലാഹുവേ പള്ളിയുടെ ചുറ്റുഭാഗം മുഴുവനും തൂത്തു വൃത്തിയാക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. പടച്ചവനെ പള്ളിയും പരിസരവും വൃത്തിയാക്കുന്ന ഉമ്മയാണ്. അല്ലാ, പ്രവാചകൻ ആ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ ആ ഉമ്മാനെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, പടച്ചവനെ പള്ളിയെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പടച്ചവനെ എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ മസ്ജിദുണ്ട്. ഉമ്മ ഈ പ്രായമുള്ള സമയത്തും ആ പള്ളിയുടെ പരിസരം തൂക്കുന്നത് എന്റെ ഉമ്മയാ. മനസ്സു വേദനിച്ച ആ പള്ളിയുടെ പടിയിൽ പോയിരുന്ന എന്റെ ഉമ്മ കരയുമായിരുന്നു. പടച്ചവനെ ഈ ഹദീസ് കേട്ടപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ വയ്യാതെ പള്ളിയുടെ പരിസരത്ത് പോയി പള്ളി വൃത്തിയാക്കുന്നത്? പക്ഷേ ഈ ഹദീസ് കേട്ടപ്പോ മനസ്സിൽ വല്ലാത്ത സന്തോഷം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഹാബാ, ഈ പള്ളിയുടെ പരിസരം വൃത്തിയാക്കുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നല്ലോ, അവരെ കാണുന്നില്ലല്ലോ സഹാബാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഹാബാ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് മാറുകയാണ്. റസൂലുള്ള ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? നബിയേ, അത് സാധാരണ ഒരു ഉമ്മയല്ലേ, അത് സാധാരണ ഒരു ഉമ്മയല്ലേ. എന്തിനാ നബി, അവരൊരു സാധാരണ സ്ത്രീയല്ലേ, അവര് മരിച്ചത് ഇപ്പൊ അങ്ങയോട് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് അവിടെന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ചു, അവരുടെ ഖബർ എവിടെയാ? അവരുടെ ഖബർ എവിടെയാ? പള്ളികളെ സ്നേഹിക്കുന്നവര്, നിസ്കാര സ്ഥലങ്ങളെ ബഹുമാനിക്കുന്നവര്, നിസ്കാര സ്ഥലങ്ങളെ ആദരിക്കുന്നവര്, ഇത് നിനക്കുള്ള ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അവരുടെ ഖബർ എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് അവിടെന്ന് ഖബർ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനാ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിൽക്കുകയാ. റസൂലുള്ള നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനാ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആ പള്ളിയെ സ്നേഹിച്ച, ആ പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയ ആ മാതാവിന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞത് എന്തെന്നറിയോ? സഹാബാ, നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് സ്ഥാനമില്ലെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ അവർക്ക് വല്ലാത്ത സ്ഥാനമാ.
അവര് സ്വർഗത്തിൽ കിടന്നു സുഖിക്കുന്നു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ഉപ്പമാരെ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞാൽ ആ മുസല്ലയിലും ഇരിക്കടാ. അവിടെ ഒരല്പനേരം ഇരിക്ക്. അത് 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നീ ആ നിസ്കാര സ്ഥലത്ത് തന്നെ ഇരിക്ക്. അല്ലാഹുവേ, മലക്കുകൾ ഇറങ്ങി വരികയാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹും ഇർഹംഹു, അല്ലാ, ഈ മനുഷ്യന് നീ ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഈ നിസ്കാരപ്പായിലിരിക്കുന്ന പെണ്ണിന്റെ പാപം പൊറുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന പാപം പൊറുക്കാറുള്ള രണ്ടാമത്തെ എളുപ്പപടി നിസ്കാരത്തെ പ്രതീക്ഷിക്കലാ. നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കലാ. മൂന്നാമത്തെ കാര്യം, പടച്ചവനെ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നടക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവേ, നന്മയ്ക്ക് വേണ്ടി നടന്നവരാണല്ലോ. പടച്ചവരെ, അങ്ങ് ദൂരെ മുതൽ വണ്ടിയിൽ വരുമ്പോ എത്രയോ പ്രായമുള്ള പെങ്ങന്മാര് നടന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നിങ്ങൾക്കറിയാതിട്ടല്ലേ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് തളർന്ന ശരീരവുമായി പടച്ചവരെ, നിങ്ങൾ എത്രയോ പേര് ഒരുപാട് ചുവട്ടടികൾ വെച്ചുകൊണ്ട് നടന്നു വന്നവരാ. ഇത് വെറുതെയല്ല പെങ്ങള്, ഈ ചുവട്ടടികൾ വെറുതെയല്ല പെങ്ങള്. നീ ചവിട്ടിയ ഓരോ ചുവട്ടടിക്കും അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ. നിനക്കല്ലാഹു നന്മ തരികയാ. പടച്ചവരെ, നടന്നത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നടന്ന ചുവട്ടടിക്ക് അല്ലാഹു നിനക്ക് പ്രതിഫലം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിയില്ലാതെ നടന്നോ. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വണ്ടിയിലല്ല പോകേണ്ടത്. എല്ലാവരും പള്ളിയുടെ വണ്ടി മിഹ്റാബിന്റെ അകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അതിനകത്ത് വരെ കയറ്റുന്നവരാ. നടക്കാൻ മടിയില്ലേ വാപ്പാ, നടക്കാൻ മടിയല്ലേ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പള്ളിയിലേക്ക് നടക്കാനാ പറഞ്ഞത്. ആ ചുവട്ടടിക്ക് വല്ലാത്ത പ്രതിഫലമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വീട് പള്ളിയിൽ നിന്ന് വിദൂരത്തിലാണ് നബിയേ. എനിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കണം നബിയേ. അതുകൊണ്ട് ഞാൻ പള്ളിയുടെ അടുക്കൽ ഒരു വീട് വാങ്ങട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുമ്പോ എന്തേ പറഞ്ഞത്? എന്റെ വീട് പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് ഞാൻ പള്ളിയുടെ അടുത്ത് വീട് വെക്കട്ടെ, ഞാൻ പള്ളിയുടെ അടുത്ത് വീട് പണിയട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വേണ്ട സഹാബാ, പള്ളിയുടെ അടുത്ത് നീ വീട് പണിയണ്ട. പള്ളിയുടെ വിദൂരത്തിലുള്ള വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നമസ്കരിക്കാമെന്നാൽ ഓരോ ചുവട്ടടിക്കും അല്ലാഹു നിനക്ക് നന്മ തരുമല്ലോ, നിന്റെ പാപം പൊറുക്കുമല്ലോ. പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വീട്ടിലേക്ക്, പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു നടന്നാൽ തന്നെ നിന്റെ എത്രയോ പാപം അല്ലാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നമസ്കരിക്കാ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ വണ്ടിയിലാണ് പോകുന്നതെങ്കിലും ഗേറ്റിന്റെ ഭാഗത്തൊന്ന് മാറ്റിവെച്ചിട്ടൊരു 10 ചുവട്ടടിയെങ്കിലും നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്ക്. ആ പ്രതിഫലമെങ്കിലും നിനക്കൊന്ന് കിട്ടട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാണ്, നടക്കണമെന്ന് പറഞ്ഞപ്പോ പള്ളിയിലേക്ക് നടക്കാ മടിയുള്ള വാപ്പാ, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നീ എക്സസൈസിന് വേണ്ടി ചാകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ചാകാതിരിക്കാൻ നടക്കുന്നവനല്ലേ. ഈ നടത്ത അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നിരുന്നെങ്കിൽ നിനക്കിങ്ങനെ ഒരു രോഗം വരുമായിരുന്നോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമസ്കരിക്കാൻ നടക്കുന്നത് വെറുതെയാകില്ല. ഈ വഅദിന്റെ മജ്‌ലിസിലേക്ക് നടന്നത് വെറുതെയാകില്ല. ഒരു ചുവട്ടടി കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ ഒരു ചുവട്ടടി കൂടുതൽ വെക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നാൽ തിരിച്ചു പോകുമ്പോ വേറെ വഴിയേ പോകടേ സഹാബാ.
ഒരേ വഴിയെ വന്ന് ഒരേ വഴിയെ പോകരുത്, ഒന്ന് കറങ്ങി പോകാനല്ലേ റസൂലുള്ള പറഞ്ഞത്. കാരണം അത്രയും പ്രതിഫലം നിനക്ക് കിട്ടാനുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നടന്നതിന്റെ പേരിൽ പേടിക്കണ്ട, ചൂട് കൊണ്ടതിന്റെ പേരിൽ വിഷമിക്കണ്ട. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാ. എന്താണ് പ്രതിഫലമെന്നറിയോ? നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം നിനക്കറിയുമോ ഉമ്മാ? അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത നീളമുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ഇരുളുമൂടിയ പാലമാണ് സിറാത്ത് എന്ന പാലം. നിന്റെ തലയിലെ ഒരു മുടിയെടുത്തിട്ട് 7 കീറിയാ അതിലെ ഒരംശം നിനക്ക് കാണാൻ പറ്റുമോ? അതുപോലെ നേർമയുള്ള പാലമാട് പടച്ചവനെ. 50,000 വർഷത്തോളം വഴിദൂരമുള്ള കേറ്റമുള്ള നിരപ്പുള്ള ഇറക്കമുള്ള നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന ഈ പാലത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വേറെ വഴിയില്ലല്ലോ. ഈ പാലത്തിന്റെ മുകളിലൂടെ വേണം സ്വർഗത്തിൽ പോകാൻ. അല്ലാഹുവേ, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാ. പിന്നെ എങ്ങനാ പെങ്ങളെ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ നീ എങ്ങനെയാ സ്വർഗത്തിൽ പോകുക? നരകത്തിന്റെ മുകളിലല്ലേ അല്ലാഹു അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുകളിലേക്ക് ചിലര് ഒരു കാലെടുത്ത് വെച്ചാ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യനതാ, ചില ആൾക്കാരുണ്ടല്ലോ ഈ ദുനിയാവിലെ ചില സ്ഥലങ്ങളിലേക്ക് നടന്നാൽ ആ നടത്തം വെറുതെയാകില്ല, ആ കഷ്ടപ്പാട് വെറുതെയാകില്ല. ഒരു കാലെടുത്ത് വെക്കുമ്പോഴേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ മെഹറാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കണ്ണെത്തുന്ന ദൂരമാണ് രണ്ടാമത്തെ കാല് വെക്കുന്നത്. ഇതുപോലെയാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലെ ചില സ്ഥലങ്ങളിലേക്ക് നടന്നവരുണ്ടല്ലോ. അവര് കാലെടുത്ത് വെച്ചാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുകയാ. അതിലെ ഒരു കാലേതെന്നറിയോ? അതിലെ ഒരു കാലേതെന്നറിയോ? പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്ന ചുവട്ടടി വെറുതെയാകില്ല ഉപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിലെ ജമാഅത്തായി ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ പള്ളിയിലേക്ക് നടന്ന നടത്തം വെറുതെയാകില്ല. പെങ്ങളെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരുപാട് ദൂരെ നിന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് രോഗിയായ നീ നടന്നിവിടെ വരെ വന്നല്ലോ. ഇനി നട്ടുച്ച സമയത്തല്ലാ ഇവിടുന്ന് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമല്ലോ. വെറുതെയാകില്ല ഉമ്മ. ഒരിക്കലും നിന്റെ മനസ്സിന് തോന്നരുത് നടക്കേണ്ടി വന്നല്ലോ എന്ന് തോന്നരുത്. ഒരു ചുവട്ടടി കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ ഒരു ചുവട്ടടി കൂടുതൽ വെക്ക്. നീ സ്വർഗത്തിലേക്ക് അടുക്കുകയല്ലേ. ഈ ചുവട്ടടി സ്വർഗത്തിലേക്കുള്ള ചുവട്ടടിയാ. അത്രയും സ്ഥലം നീ സ്വർഗത്തിലേക്ക് അടുക്കുകയാ. അത്രയും സ്ഥലം നീ സ്വർഗത്തിലേക്ക് അടുക്കുകയാ. നിന്റെ പാപം അല്ലാഹു പൊറുക്കുകയാ. നിനക്കല്ലാഹു നന്മ എഴുതുകയാണ്. അതുകൊണ്ട് പാപം പൊറുക്കാറുള്ള എളുപ്പ വഴിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എഴുത്തിക്കാഫിന്റെ ദിനങ്ങൾ കടന്നു വരികയാണ്. നിസ്കാര പായിലിരിക്കാറുള്ള സമയങ്ങൾ കടന്നു വരികയാണ്. നന്മകൾ വാരിക്കൂട്ടാറുള്ള സമയങ്ങൾ കടന്നു വരികയാണ്. ഇത് സാധാരണ മാസമല്ല. ഇത് മുഹറമല്ല, സഫറല്ല, ദുൽഹജ്ജല്ല, റബീഉൽ അവ്വലല്ല. ഇത് പരിശുദ്ധമായ റമളാനാ. കളിക്കല്ലേ പെങ്ങളെ, കളിക്കല്ലേ ചെറുപ്പക്കാരാ. ഈ മാസത്തെ ആദരിക്കണമടാ. ഈ മാസത്തെ ബഹുമാനിക്കണമടാ. ഈ സ്ഥാനത്ത് ഈ മാസത്തെ നീ പരിഗണിക്ക ചെറുപ്പക്കാരാ. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമടാ. ഒരുപാട് നഷ്ടം നിനക്ക് അനുഭവിക്കേണ്ടി വരുമടാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം നാളെ മഹ്ശർ
മക്ബറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാ. അല്ലാഹുവേ, ഒരു മനുഷ്യനെ ഇങ്ങനെ മലക്കുകളെ കൊണ്ടുവരികയാണ്. അവനെ ഇങ്ങനെ വലിച്ചടച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ചാട്ടവാറ് കൊണ്ടവിടുന്ന് തല്ലിച്ചതച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരെ ഇങ്ങനെ മുത്തുനബിയുടെ മുന്നിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ ചെറുപ്പക്കാരൻ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ രക്ഷപ്പെടുത്തു നബിയേ, എനിക്കാരുമില്ല നബിയേ, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുന്നു നബിയേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൊടുക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് നാളെ പരലോകത്ത് കിടന്നൊരു ചെറുപ്പക്കാരെ യാചിക്കുകയാ. മലക്കുകൾ കരുണ കാണിക്കുന്നില്ല. അല്ലാഹുവേ, മലക്കുകൾ അപ്പോഴും ആ മനുഷ്യനെ തല്ലുകയാണ്, ചങ്ങല കൊണ്ട് തല്ലുകയാണ്. ആ ചെറുപ്പക്കാരൻ കിടന്ന് യാചിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ രംഗം കണ്ടപ്പോ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രംഗം കണ്ട് താങ്ങാൻ കഴിയാതെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഈ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോ റമളാനായിട്ട് നന്നാകാത്ത ചെറുപ്പക്കാരാ, റമളാനായിട്ട് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാത്ത ഈ റമളാനിലാ ഖുർആൻ ഇറങ്ങിയത്. ഇതല്ലാഹു ആദരിച്ച മാസമാ, ഇതല്ലാഹു ബഹുമാനിച്ച മാസമാ. ഈ മാസം കടന്നു വന്നിട്ട് പോലും ജീവിതത്തിൽ മാറ്റമില്ലാത്ത എന്റെ ഉമ്മമാര് കേട്ടോ, എന്റെ പെങ്ങന്മാര് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട, അവന് വേണ്ടി ദുആ ചെയ്യണ്ട, അവന് വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അല്ലാഹ്, എനിക്കിന്ന് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുണ്ടല്ലോ അല്ലാഹ്, ആർക്ക് വേണമെങ്കിലും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് അവകാശം തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തേ പടച്ചവനെ എന്റെ ദുആ സ്വീകരിക്കാത്തത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാ, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട് നബിയേ, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട് നബിയേ. ആരാ അല്ലാഹ്, ആരാ അല്ലാഹ്, ആരാ കടന്നു വരുന്നതെന്നറിയോ? പരിശുദ്ധമായ റമളാൻ ഇറങ്ങി വരികയാ, പരിശുദ്ധമായ റമളാൻ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ റമളാൻ ഇറങ്ങി വരികയാ. നിറകണ്ണുകളോടെ റമളാൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, അല്ലാഹ്, മുത്തുനബിയോട് പറയുന്നു, നബിയേ, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാ, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാ. ഓരോ രാത്രിയും ലക്ഷക്കണക്കിന് പേര് അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മാസമായിരുന്നു റമളാൻ. അല്ലാഹു കരുണയുടെ 10 ദിവസം കൊടുത്തല്ലോ, മഗ്ഫിറത്തിന്റെ 10 ദിവസം കൊടുത്തല്ലോ, നരകമോചനത്തിന് 10 ദിവസം കൊടുത്തല്ലോ. കാഫിരീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു നബിയേ. പ്രായമുള്ളവര് നോമ്പ് പിടിച്ചില്ലേ, രോഗികൾ ബഹുമാനിച്ചില്ലേ, പിഞ്ചു കുട്ടികൾ വരെ എന്നെ ആദരിച്ചില്ലേ നബിയേ. എല്ലാവരും എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്തപ്പോ ഇവൻ മാത്രം എന്നെ കളിയാക്കി നബിയേ, ഇവൻ എന്നെ പരിഹസിച്ചു നബിയേ, ഇവൻ എന്നെ കളിയാക്കി നബിയേ, ഇവൻ എന്നെ പരിഗണിച്ചില്ല നബിയേ, ഇവൻ എന്നെ ആദരിച്ചില്ല നബിയേ. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എന്നെ ആദരിച്ചപ്പോ നാൽക്കാലികൾ പോലും മണ്ണുകളും കല്ലുകൾ വരെ എന്നെ ആദരിച്ചപ്പോ ഇവൻ എന്നെ ആദരിക്കാത്തവനാണ് നബിയേ. ഇവനു വേണ്ടി ദുആ ചെയ്യില്ലേ,
ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ. റമളാൻ മാസം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ നീ ആർക്ക് സ്വർഗം കൊടുത്താൽ ഇവന് കൊടുക്കല്ലേ അല്ലാ. നീ ആർക്ക് പുറത്തു കൊടുത്താൽ ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ. റമളാനെതിരാവുകയാ, റമളാനെതിരാവുകയാ. അല്ലാഹു കൈവിടുകയാണ്, അല്ലാഹു കൈവിടുകയാണ്. മുത്തുനബിയും കൈവിടുകയാണ്. അവസാനം ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 16ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്ന മുസ്ലിമേ, കളിയല്ല, തമാശയല്ല, നിസാരമല്ല. ഇത് കളിക്കണ്ട മാസമല്ല, തോന്നിവാസം കാണിക്കണ്ട മാസമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് നോമ്പ് മുറന്നു കഴിഞ്ഞ പിന്നെ പഴയതുപോലെ സീരിയല് കാണണ്ട മാസമല്ല പെങ്ങളെ റമളാൻ. നിസ്കരിക്കാതെ നടക്കണ്ട മാസമല്ല റമളാൻ. സർവ്വ ഇബ്ലീസുകളെയും അല്ലാഹു പിടിച്ചു കെട്ടിയിട്ട് നരകത്തിന്റെ കവാടമടച്ച സ്വർഗം അലങ്കരിച്ച സ്വർഗത്തിന്റെ കവാടം തുറന്ന് അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്ന മാസമാ റമളാൻ. റമളാൻ വന്നിട്ട് ഒരു മനുഷ്യന്റെ പാവം പൊറുത്തില്ലേ? പേടിക്കണം ഉപ്പമാരെ, പേടിക്കണം പെങ്ങളെ. പരിശുദ്ധമായ റമളാൻ വന്നിട്ടൊരു മനുഷ്യന്റെ പാവം പൊറുത്തില്ലെങ്കിലും അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ചാ നീ നരകത്തിന്റെ അവകാശിയാ, നീ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും മഹത്വമേറിയ ദിവസത്തിലാ ഞാനും നിങ്ങളുമുള്ളത്. ഇത് പരിശുദ്ധമായ റമളാനിന്റെ 17ാം രാവാ. ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് തയ്യാറെടുത്ത രാവാ. അല്ലാഹുവിന്റെ സഹായം തേടിയ രാവാ. ഇന്ന് നിങ്ങൾ മറക്കല്ലേ, ഇന്ന് നിങ്ങൾ പാഴാക്കല്ലേ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് കഴുകി ശുദ്ധമാക്കാൻ അല്ലാഹു നമുക്കൊരു നല്ല അവസരം തന്നിരിക്കുകയാ. നാളെ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവല്ലേ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കുമെന്ന് അല്ലാഹുവിനല്ലേ അറിയോ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഈ വഅദ് പറയുന്ന ഞാൻ എന്റെ പള്ളിയിലെത്തുമോ, ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമോ, അതോ കാത്തിരിക്കുന്ന ഭാര്യ മക്കളുടെ മുന്നിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവെക്കുമോ, എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ 5 ദിവസത്തെ വഅദ് വെച്ചത് എന്തിനെന്നറിയോ? ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയാൽ പടച്ചവനെ ഇവിടത്തെ മദ്രസ ചോരുകയാ. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. ഇവരുടെ ആഗ്രഹം അതിന്റെ മുകളിലൊന്ന് സീറ്റടിക്കണം, വാർക്കാൻ കഴിയുമെങ്കിൽ പടച്ചവനെ ഉസ്താദേ ഒന്ന് വാർത്തിട്ടാൽ അൽഹംദുലില്ലാഹ്. പടച്ചവനെ സീറ്റടിച്ചാ കുറച്ചു കാലം കഴിയുമ്പോ പിന്നെയും അടിക്കണമല്ലോ. പക്ഷേ വാർക്കുന്നതല്ലേ നല്ലത്. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു മനസ്സുമായിട്ട് അവർ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. നാമല്ലേ താങ്ങാകേണ്ടത്, നമ്മളല്ലേ സഹായിക്കേണ്ടത്. നമ്മൾ ഇത്രയും പേര് റമളാനിൽ ഇവിടെ ഒരുമിച്ച് കൂടിയില്ലേ? എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ, എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ. നന്മ ചെയ്യാതെ എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുക? സദഖയ്ക്ക് വല്ലാത്ത സ്ഥാനമുള്ള മാസമാ, പ്രതിഫലം ഒരുപാട് കിട്ടുന്ന മാസമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പള്ളികൾക്കും മദ്രസകൾക്കും യതീംഖാനകൾക്കും ശരീരത്ത് കടന്ന സ്വർണ്ണം ഊരി കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ. നിങ്ങൾ കൊടുത്തത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വെറുതെയില്ല പെങ്ങള്. ഒരു പെണ്ണ് തന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണം ഊരിയിട്ട് അല്ലാഹുവിന്റെ പള്ളികൾക്കും മദ്രസകൾക്കും കൊടുക്കുമ്പോ അത് എല്ലാ പെണ്ണിനും കഴിയുന്ന കാര്യമല്ല. കോടീശ്വരന്റെ ഭാര്യ നിന്റെ ചാരത്തിരിക്കുമ്പോ, അവളുടെ ശരീരത്ത് ഒരുപാട് സ്വർണം ഇട്ടുകൊണ്ടിരിക്കുമ്പോ, അവൾ ഊരി കൊടുക്കാതെ അവളുടെ അടുത്ത് വാടക വീട്ടിൽ കിടക്കുന്ന ലക്ഷങ്ങളെ കടമുള്ള പാവപ്പെട്ടവള് തന്റെ കയ്യിൽ കിടന്ന മോതിരം ഊരുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. നാളെ നീ ആരുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകേണ്ടവളാണെന്നറിയുവോ? മഹദിയായ ഫാത്തിമ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ കൊതിക്കുന്നവളല്ലേ? എന്ത് യോഗ്യതയാ മോളെ നിനക്കുള്ളത്? എന്ത് അർഹതയാ നിനക്കുള്ളത്? ആരാ ഫാത്തിമ ബീവിയുടെ ജീവിതം നിനക്കറിയുമല്ലോ. പാവപ്പെട്ടവനായ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സാധുവായിരുന്നല്ലോ. ഒട്ടകത്തിന് പുല്ല് വെട്ടിക്കൊടുക്കുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനാണ് അലിയാരിതങ്ങള്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് നോക്കുമ്പോ സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ ഫാത്തിമയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പടച്ചവനെ എനിക്കൊരു വള കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ശരീരത്തിലിടാറ് ഒരു പടച്ചവനെ ഒരു ഗ്രാമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പെണ്ണുങ്ങളെ സ്വർണ്ണമിട്ടുകൊണ്ട് മക്കത്തും മദീനത്തും നടക്കുമ്പോ ഫാത്തിമ ബീവിയും ഒരു പെണ്ണല്ലേ, ഫാത്തിമ ബീവിക്കും കൊതി തോന്നി മോളെ. പക്ഷേ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. കാരണം ഭർത്താവ് പാവപ്പെട്ടവനാ, സ്വർണം വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാത്തവനാ, അന്നത്തെ ദിവസങ്ങൾ തന്നെ കൊണ്ടുപോകാൻ വല്ലാതെ കഷ്ടപ്പെടുന്നവരാ. അലിയാര് തങ്ങളുടെ അവസ്ഥ ഫാത്തിമ ബീവിക്ക് നല്ലതുപോലെ അറിയാ. അല്ലാഹുവേ, ഫാത്തിമ പറയാറില്ല, അലിയാര് തങ്ങൾക്കും അറിയാ ഫാത്തിമയ്ക്ക് സ്വർണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങൾക്കും അതറിയാമായിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ചിരിക്കുന്ന മുഖത്തോടെ വീടിനകത്തേക്ക് ചാടിക്കേറി വരികയാ. ഫാത്തിമയ്ക്ക് അത്ഭുതമായി, എന്തേ ഭർത്താവ് ഇത്ര സന്തോഷത്തോടെ കടന്നു വരുന്നത്? പഠിച്ചവനെ, ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു, ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്വർണ്ണ വളയെടുത്തിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാഹുവേ, സന്തോഷം കൊണ്ട് ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറയുകയാ. തന്റെ ഭർത്താവ് ആദ്യമായിട്ട് ഒരു സ്വർണ്ണ വള കൊണ്ടുവന്നല്ലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീവിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. അലിയാര് തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ, ചുംബനം കൊടുക്കുകയാ. ആദ്യമായിട്ടൊരു സ്വർണ്ണ വള തന്റെ കയ്യിലിട്ടു. ഫാത്തിമ ബീബി ആ വളയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. സ്വർണം കിട്ടിയ സന്തോഷത്തിന് ഫാത്തിമ നിൽക്കുമ്പോ രണ്ടാമത്തെ സന്തോഷം തന്റെ പിതാവ് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി വളയിങ്ങനെ പൊക്കി കാണിക്കുകയാണ്. ഉപ്പ കാണട്ടെ, എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിത്തന്ന സ്വർണ്ണവള വാപ്പ കാണട്ടെ എന്ന് പറഞ്ഞു വാപ്പയുടെ മുന്നിൽ ഇങ്ങനെ പൊക്കി കാണിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ വന്നു. അല്ലാഹുവേ, റസൂലുള്ളാഹി തിരിയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കേറാതെ പ്രവാചകന് തിരിഞ്ഞു നടക്കുകയാണ്. റസൂലുള്ളാഹി തിരിഞ്ഞു നടക്കുകയാ. ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു. അല്ലാഹ്, എന്റെ വാപ്പ എന്തേ വീടിനകത്ത് കേറാത്തത്? എന്റെ വാപ്പ എന്തുകൊണ്ടാണ് എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് തിരിഞ്ഞു പോകുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടിച്ചെല്ലുകയാ. തിരിച്ചു നടന്നു പോകുന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചു. പ്രവാചകന്റെ മുഖമങ്ങ് ചുമന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ വാടിയിരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, വാപ്പാ, എന്റെ ഉപ്പാ മോളോട് പിണങ്ങിയോ? ഈ ഫാത്തിമയോട് പിണക്കമാണോ ബാപ്പാ? എന്തേ വീടിനകത്ത് കേറാതെ ഉപ്പ തിരിച്ചു പോകുന്നത്? എന്റെ ഉപ്പ എന്തുകൊണ്ടാണ് എന്റെ വീടിനകത്ത് കേറാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടുന്നില്ല. തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. തന്റെ പൊന്നുമോള് ബാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാ, എന്തേ ഉപ്പാ എന്റെ വീടിനകത്ത്
വീടിനകത്ത് കയറാത്തത്? എന്റെ ഉപ്പയ്ക്ക് എന്നോട് എന്ത് ദേഷ്യമാണ്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ പെങ്ങളെ? അള്ളാന്റെ പള്ളിയുടെ പണി നടക്കുമ്പോ എന്റെ മോള് സ്വർണ്ണവള ഇട്ടുകൊണ്ട് നടക്കുകയാണോ? അള്ളാഹുവിന്റെ പള്ളിയുടെ പണി നടക്കുമ്പോ എന്റെ പൊന്നുമോള് സ്വർണ്ണവള ഇട്ടുകൊണ്ട് നടക്കുകയാണോ? സ്വർഗത്തിൽ പോകണ്ടേ ഫാത്തിമ? സ്വർഗത്തിൽ പോകണ്ടേ ഫാത്തിമ? അള്ളാന്റെ റസൂലിനറിയില്ല ഈ വള വന്ന വഴി എങ്ങനെയാണെന്ന്. ഫാത്തിമ ബീബി കഥാ വളയിട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വാങ്ങിക്കൊടുത്ത വള ഇട്ടിട്ട് മണിക്കൂറുകളായുള്ളൂ, ഇട്ടിട്ട് സമയം ഒരുപാടായില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇടിച്ചു കയറ്റിയ വളയങ്ങ് വലിച്ചു ഊരുകയാണ്. തന്റെ കൈക്കകത്തേക്ക് പ്രയാസപ്പെട്ട് കയറ്റിയ വളയുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കയ്യിൽ നിന്ന് വലിച്ചൂരുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പാ എനിക്ക് സ്വർണമല്ല വേണ്ടത്, സ്വർഗമാ വാപ്പാ. തന്റെ ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത വള ഊരിക്കൊടുത്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് സ്വർഗം മതിയുപ്പാ, എന്നോട് പെങ്ങല്ലേ, എന്നോട് പിണങ്ങല്ലേ. തന്റെ കയ്യിൽ കിടന്ന സ്വർണവള ഊരിക്കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയെന്ന് ചരിത്രം പറയുമ്പോ പെങ്ങളെ വീടിന്റെ അലമാരിക്കകത്ത് ഇടാൻ വയ്യാതെ വെച്ചിരിക്കുന്ന സ്വർണം എത്രയുണ്ട് പെങ്ങളെ? ഈ ഫാത്തിമ ബീബി കിടക്കുന്ന സ്വർഗമല്ലേ നീയും അല്ലാഹുവോട് ചോദിക്കുന്നത്? നിന്റെ കണ്ണിന്റെ മുന്നിൽ നീയും മദ്രസയിൽ പോയി പഠിച്ചവളല്ലേ? അവിടെ നിന്ന് കിട്ടിയ അറിവ് ലോകത്തൊരിടത്ത് നിന്നും കിട്ടാറില്ലല്ലോ. ഞാനും നിങ്ങളും മദ്രസയിൽ പോയി പഠിച്ചപ്പോ കിട്ടിയ ഇൽമ് പിന്നെ ലോകത്തൊരു സ്ഥലത്ത് നിന്നും കിട്ടാറില്ല. അതുകൊണ്ട് അത്രയും നല്ല ഒരു മദ്രസയിൽ അവിടെയാ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് നബിയോടുള്ള മഹബത്ത് എന്താണെന്ന് പഠിപ്പിക്കുന്നത്. സ്വർഗവും നരകവും പറഞ്ഞു തരുന്നത് മദ്രസയിലാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മക്കള് മറന്നാലും ഭർത്താവ് മറന്നാലും അല്ലാഹ് നിന്നെ മറക്കൂല. ഈ മദ്രസയിൽ രാവിലെ പഠിക്കാൻ തുടങ്ങുമ്പോ ഒരു ഫാത്തിഹ ഓതുമല്ലോ, 3 സ്വലാത്ത് പറയുമല്ലോ. വെള്ളിയാഴ്ച ദിവസം ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും